അതെ, ഇന്ന് സ്ക്വിഡ് അല്ലെങ്കിൽ കൂന്തൽ വെച്ച് ഒരു ആപ്പറ്റൈസർ തയ്യാറാക്കാം. ചൈനീസ് സോൾട്ട് ആൻഡ് പെപ്പർ സ്ക്വിഡ് എളുപ്പത്തിലുണ്ടാക്കാം, രുചികരമായി. ഈ ഡിഷിൽ സ്പൈസസ് ആയിട്ട് പെപ്പർ മാത്രമാണുള്ളത്. അതിനാൽ ഒരു പിടി പെപ്പർകോൺ ചൂടാക്കി ക്രഷ് ചെയ്ത് എടുക്കാം. പെപ്പർ ക്രഷ് ചെയ്യുമ്പോൾ കൂടെ കുറച്ച് സോൾട്ടും കൂടി ആഡ് ചെയ്യാം. രണ്ട് കൂടം വെളുത്തുള്ളി എടുത്ത് റഫായി ചോപ്പ് ചെയ്ത് വെക്കാം. ഇനി 2 വലിയ സബോള എടുത്ത് സ്ക്വയറായി കട്ട് ചെയ്ത് വയ്ക്കാം. അധികം എരിവില്ലാത്ത 2 ചുവന്ന മുളകാണിത്. പിന്നെ 2 ബെൽ പെപ്പേഴ്സും എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ചുവന്ന മുളക് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ ബെൽ പെപ്പേഴ്സ് വലിയ സ്ക്വയർ പീസസായി കട്ട് ചെയ്ത് വയ്ക്കാം. ഇത് 1/2 കിലോ സ്ക്വിഡ് ക്ലീൻ ചെയ്ത് സ്ക്വയറായി കട്ട് ചെയ്തിട്ട് അതിലെ വെള്ളമെല്ലാം ഒരു കിച്ചൺ ടവൽ വെച്ച് നന്നായി ഒപ്പിക്കളഞ്ഞിട്ട് വീണ്ടും ഒരു ട്രെയിൽ നിരത്തിയിട്ടിരിക്കുകയാണ് കിച്ചൺ ടവലിന് മുകളിൽ. ഇതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സോൾട്ട് ആൻഡ് പേപ്പർ നന്നായി വിതറിക്കൊടുത്ത് ഇളക്കി കൊടുത്ത് പിടിപ്പിക്കുക. ഇത് 1/4 കപ്പ് അരിപ്പൊടിയും 1/4 കപ്പ് മൈദയും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സ്ക്വിഡിൻ്റെ ഓരോ പീസസും ഇതിലിട്ട് നന്നായി കോട്ട് ചെയ്തെടുക്കാം. പൊടിയിൽ കോട്ട് ചെയ്തെടുത്ത സ്ക്വിഡിൻ്റെ പീസസ് എല്ലാം ഒരു ട്രേയിൽ നിരത്തി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ ഇഷ്ടമുള്ള വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായാൽ വറുക്കാൻ തുടങ്ങാം. ഓരോ പീസസും എണ്ണയിൽ ഇട്ട് കൊടുക്കാം. കോട്ടിങ്ങിൽ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. അങ്ങനെ എല്ലാം ഈ രീതിയിൽ വറുത്തെടുക്കാം. അങ്ങനെ സ്ക്വിഡ് എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ സെയിം പാനിലേക്ക് ആ വറുത്ത എണ്ണയിൽ നിന്ന് കുറച്ചെടുത്ത് ഒഴിക്കാം. അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്കും ചേർത്ത് വഴറ്റാം. ഉടനെ തന്നെ അതിലേക്ക് സവോളയും ചേർക്കാം. ഫ്ലെയിം ഹൈ ആക്കി വെക്കണേ. ഇനി ഉടനെ തന്നെ അതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച സോൾട്ടും പെപ്പറും കൂടെ ചേർക്കാം. എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യുക. ഒത്തിരി അങ്ങ് വഴണ്ടു പോകരുത്. ഒരു ക്രഞ്ചിനെസ് ഒക്കെ വേണം. ഇനി ഉടനെ തന്നെ നമുക്ക് സ്ക്വയറായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബെൽ പെപ്പേഴ്സ് എല്ലാം കൂടെ ചേർക്കാം. കൂടെ ആ റെഡ് ചില്ലിയും. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സ്ക്വിഡിൻ്റെ പീസസ് എല്ലാം അതിനോടുകൂടി ചേർത്ത് ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം കൂടി ഇളക്കി കൊടുക്കാം.
നമ്മുടെ ചൈനീസ് സോൾട്ട് ആൻഡ് പെപ്പർ സ്ക്വിഡ് റെഡിയായി. ഇനി നമുക്കത് ചൂടോടുകൂടി സെർവ് ചെയ്യാം. സെർവ് ചെയ്യുമ്പോൾ ഒരു നാരങ്ങയുടെ 1-2 പീസും കൂടെ വെച്ച് വേണം സെർവ് ചെയ്യാൻ. ഇതൊരു ആപ്പറ്റൈസർ മാത്രമല്ല, ഫ്രൈഡ് റൈസ്, ചപ്പാത്തി ഇവയുടെയൊക്കെ കൂടെ സൈഡ് ഡിഷായിട്ടും നമുക്ക് സെർവ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.